എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ ആണ്. എൻ്റെ പേര് ജയ്. ഞാനിപ്പം ഉള്ളത് കാനഡയിലാണ്. കുറച്ച് ലൈഫ് സ്റ്റൈൽ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നതാണ് എൻ്റെ പാഷൻ, എൻ്റെ ആഗ്രഹം അതാണ്. അപ്പം ഒട്ടും തന്നെ നിങ്ങൾ മുഷിപ്പിക്കാതെ ഞാൻ ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളതൊക്കെ ക്ഷമിക്കുന്നു. അതുപോലെ തന്നെ എന്നെ തിരുത്താൻ വേണ്ടിയുള്ള കമൻറ്റുകൾ ഇതിൽ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റീസെൻ്റ്ലി ഞാനൊരു കാർ ഇവിടെ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഒരു കോമ്പാക്റ്റ് സെഡാനാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഹ്യുണ്ടായി ഇലാൻട്ര ആണ്. ഹ്യുണ്ടായി ഇലാൻട്ര എസെൻഷ്യൽ 2024 ആണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങൾ ആദ്യം തന്നെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു കൺട്രി സൈഡ് റോഡാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ആരുടെയും ശല്യമൊന്നുമില്ലാതെ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പം ഞാനൊരു മികച്ചൊരു കാർ റിവ്യൂവറൊന്നുമല്ല. ഒരു സാധാരണക്കാരന് കാറ് ആദ്യമായിട്ട് വാങ്ങിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുള്ള ഈ ഒരു കീ ആണ്. ഇത് ഭയങ്കര രസമുണ്ട്, ഭയങ്കര കൗതുകമാണ്. അപ്പോൾ ഇത് നമുക്ക് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഹോൾഡ് അമർത്തുകയാണെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വണ്ടി സ്റ്റാർട്ടായി. എസ്പെഷ്യലി നമുക്ക് കാനഡയിൽ ഈ തണുപ്പുള്ള സമയത്തൊക്കെ വീട്ടിലിരുന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ എനിക്കിഷ്ടപ്പെടുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഗ്രില്ല് കണ്ടില്ലേ, അടിപൊളിയാണ്. ഈ ഫ്രണ്ട് ഗ്രില്ല് നല്ലൊരു അഗ്രസീവ് ലുക്ക് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. LED ആണ് ഇവിടെ മുകളിൽ കൊടുത്തേക്കുന്നത്. അത് ഫുൾ LED അല്ല, ഇത് സിൽവർ ലൈനിങ് ആണ് ബാക്കി. പിന്നെ ബാഡ്ജും 2023 കമ്പയർ ചെയ്യുമ്പം ബാഡ്ജിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അതും നല്ല ഒരു രസമുള്ളൊരു സംഗതിയാണ് അവന്മാർ ചെയ്തേക്കുന്നത്. പിന്നെ നല്ലൊരു വീതി കൂടിയ ബോണറ്റും അതിൽ കർവേച്ചേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ 16 ഇഞ്ച് ടയറാണ് ഇവർ തന്നേക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് ഫ്രണ്ട് ലുക്ക് ഭയങ്കര കൂളായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പിറകിലേക്ക് വരുമ്പോൾ ഇവിടെ ടെയിൽ ലാമ്പ് കാണാനും അടിപൊളിയാണ്. ഇലാൻഡ്രയുടെ കുറച്ചും കൂടി ടോപ്പ് മോഡൽ, ടോപ്പ് വേരിയൻ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഫുൾ LED ആണ് അവർ കൊടുക്കുന്നത്. ഇതിൽ ആക്ച്വലി ഈ സെൻട്രൽ LED ഇല്ല, ജസ്റ്റ് ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും LED ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ നമുക്ക് തരുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഇഷ്ടംപോലെ സ്പേസാണ് അത്യാവശ്യമുള്ളത്. ഇതൊരു നമുക്ക് എയർപോർട്ടിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു മീഡിയം സൈസുള്ള ഒരു 3 ബാഗൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊള്ളും. എക്സ്ട്രാ ചെറിയ ബാഗ് നമുക്ക് വളരെ സൂപ്പറായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊള്ളും. ചെറിയൊരു ഷാർക്ക് ആൻറ്റിനെയും ഇവിടെ ആക്ച്വലി അവർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെ പാസഞ്ചർ സൈഡിലും അവർ സെൻസർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ലുക്കിലേക്ക് പോവാം. അപ്പോൾ സ്റ്റിയറിംഗ് നോക്കുമ്പോൾ ഒരു സ്പോർട്ടി അപ്പിയറൻസ് നമുക്ക് കാണാം. പിന്നെ ഇതിൽ നമുക്ക് മോഡ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പിന്നെ സോങ്സ് ഒക്കെ നമുക്ക് മാറ്റാനുള്ള ബട്ടൺ, പിന്നെ ക്രൂസ് കൺട്രോളർ, അതുപോലെ തന്നെ ലൈൻ അസിസ്റ്റ്, പിന്നെ ക്രൂസ് നമുക്ക് റെസ്യൂം ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്. പിന്നെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കാദ്യം പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സർവീസ് ആക്ച്വലി ആവാറായി. ഞാൻ എടുത്തിട്ട് 1 മന്ത് പോലും ആയിട്ടില്ല. അതിനുള്ളിൽ ഞാൻ ഏകദേശം 6000 കിലോമീറ്റർ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ നമുക്ക് സൈഡിൽ നമുക്ക് സ്പീഡ് കാണാം, റൈറ്റ് സൈഡിൽ RPM കാണാം. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പം ഫ്രണ്ടിലുള്ള ഈ സ്റ്റോപ്പ് സിഗ്നലാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട്, അത് സെൻസ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം സ്പീഡ്, റോഡിൽ എത്രയാണ് മാക്സിമം സ്പീഡ് അത് കാണിക്കും. പിന്നെ ടെമ്പറേച്ചറും ഇവിടെ കാണിക്കും. 12 ഡിഗ്രി ആണുള്ളത്. ഔട്ട് സൈഡ് ടെമ്പറേച്ചർ 12 ഡിഗ്രിയാണ്. പിന്നെ ഫ്യൂവൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ച് നമുക്ക് കാണാം. 430 കിലോമീറ്റർ ഇനി വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ആട്ടോയും അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും ഒക്കെ വയർലെസ്സിൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതിപ്പം കണക്ട് ആവുന്നുണ്ട്. ഇപ്പം അടുത്തായിട്ട് പറഞ്ഞാൽ നമുക്കിവിടെ ഉള്ള കുറച്ച് ബട്ടൺസാണ്. ഇത് നമ്മുടെ AC കൺട്രോള്, അതുപോലെ തന്നെ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഡയറക്ഷൻസ് അതുപോലെ ഇവിടെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഹീറ്റഡ് സീറ്റാണത്. ഫ്രണ്ട് 2 സീറ്റും ഹീറ്റഡാണ്. അപ്പോൾ അതിൻ്റെ ലെവൽ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഹീറ്റഡ് സ്റ്റിയർ വീലും കൂടി വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ്. ബാക്കിയൊക്കെ നമ്മുടെ കോമൺ എല്ലാ കാറിലുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ആപ്പിൾ അല്ലെങ്കിൽ സാംസങ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഒരു USB പോർട്ട് ഉണ്ട്. പിന്നെ ഒരു 12 വോൾട്ട് അഡാപ്റ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ഇത്രയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ മാനുവലി നമുക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്തിട്ട് ഡ്രൈവിന് ഇങ്ങോട്ട് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു എയർ വെൻറ്റിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ലക്ഷറി ഫീൽ നമുക്ക് തരുന്നുണ്ട് വണ്ടിയിൽ. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ലൈറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കൊരു ബട്ടൺ വെച്ചാൽ നമുക്കെല്ലാം ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ സീറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് സ്പേസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഒരു ഹൈറ്റിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. അത്യാവശ്യം ലെഗ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ടുള്ള ലെഗ് സ്പേസും ഒരു തൈ സപ്പോർട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ചാർജിങ് പോർട്ട് കൊടുത്തേക്കാണ്. നമുക്ക് ഇവിടെ Type-C കേബിൾ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ റിയർ സീറ്റ് നമുക്ക് ഹീറ്റഡും വെന്റിലേറ്റഡും ആയിട്ട് വരുന്നില്ല. അത് എനിക്കൊന്ന് ടോപ്പ് മോഡലിൽ അത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആവശ്യത്തിലുള്ള സ്റ്റോറേജ് സ്പേസും ഹ്യുണ്ടായി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രലി നമുക്കൊരു വലിയൊരു സ്റ്റോറേജ് സ്പേസാണ്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിൽ ചെറിയൊരു കപ്പ് ഹ്യുണ്ടായി തന്നെ തരുന്നുണ്ട്. നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുമ്പോഴും ഹോട്ട് ഡ്രിങ്ക്സ്, ചായ അതൊക്കെ വാങ്ങിച്ചാൽ ഇതിൽ വെക്കാൻ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. റൈറ്റ് സൈഡ് പാസഞ്ചർ സൈഡിൽ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക്, ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ് ഹ്യുണ്ടായി ഇതിൽ കൊടുത്തേക്കുന്നത്. ആക്ച്വലി നമുക്ക് എസെൻഷ്യൽ എന്ന് പറഞ്ഞ ട്രിമ്മിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്പോർട്ടി അപ്പിയറൻസുള്ള ഒരു സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഡ്രൈവ് മോഡ്സും ഒക്കെ ഹ്യുണ്ടായി ഇതിൽ തന്നിട്ടുണ്ട്. എനിക്ക് അടുത്തായിട്ട് കാണിക്കാനുള്ള ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഡ്രൈവ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ നമ്മുടെ സ്ക്രീനിൻ്റെ കളറൊക്കെ മാറും. സ്പോർട്ടാണ്, സ്മാർട്ടാണ്, ഇപ്പോൾ നോർമൽ ലാൻഡുണ്ട്. നമുക്കൊരു സ്പോട്ട് എടുത്ത് നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ സ്പോർട്സ് മോഡിലാണ് ഇപ്പോൾ ഓടിക്കാൻ പോകുന്നത്. ഇനിഷ്യലി തന്നെ എനിക്ക് നല്ലൊരു പുള്ള് കിട്ടുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. ചെറുതായിട്ട് വണ്ടിയുടെ നോയ്സ് മാറുന്നുണ്ട്. വലിയ വ്യത്യാസം ഒന്നുമില്ലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്യാവശ്യം സ്പീഡിൽ പെട്ടെന്ന് തന്നെ 100ലേക്ക് ആക്ച്വലി വണ്ടി എത്തുന്നുണ്ട്. പിന്നെ അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊരു പുഷ്പം പോലെ തിരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഹ്യുണ്ടായുടെ. ഞാൻ ഹോണ്ട അതുപോലെ തന്നെ ടൊയോട്ട എല്ലാ വണ്ടിയിലും ഞാൻ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഇത്രയും നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. എസ്പെഷ്യലി കിയയുടെയും ഹ്യുണ്ടായുടെയും ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വണ്ടിയുടെ നോയ്സ് ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു നോയ്സാണ്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത പോലെ നമുക്കറിയാം. ഇത് ഹൈബ്രിഡ് ഒന്നും അല്ല. ഹൈബ്രിഡ് ആണെങ്കിൽ ആക്ച്വലി ഒരു നോയ്സ് പോലും നമുക്ക് വണ്ടിയിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേറെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പെഡസ്ട്രിയൻ കൊളിഷൻ വാർണിംഗ് ഉണ്ട്, ഫ്രണ്ട് അഡ്വാൻസ് കൊളിഷൻ വാർണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ലൈൻ അസിസ്റ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പം ഒരു ലൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറിപ്പോകുമ്പം പറയുന്ന വണ്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു കൊളിഷൻ വാർണിംഗ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇപ്പം അറിയാതെ നമ്മളിപ്പോൾ ഒരു ലൈൻ ചേഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെയിം ലൈനിലേക്ക് കീപ്പ് ചെയ്ത് വരും. ഇതൊക്കെ ആക്ച്വലി എന്താ പറയുക, എസെൻഷ്യൽ ട്രിമ്മിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ബേസ് ട്രിമ്മിൻ്റെ എസെൻഷ്യൽ വിത്ത് ടെക് പാക്കേജാണത്. ആ ബേസ് ട്രിമ്മിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് കിട്ടുന്നത് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര അത്ഭുതമാണ്. മേ ബി ബാക്കിയുള്ള കമ്പനികൾ കണ്ട് പഠിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സേഫ്റ്റിക്ക് ആക്ച്വലി നല്ലൊരു ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നുണ്ട്. അതെനിക്ക് എന്തായാലും മനസ്സിലായി. ഇപ്പം നമ്മളിപ്പം റിവേഴ്സ് ഇട്ടിട്ട് നമ്മൾ നോക്കാതെ പോയാൽ പോലും നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്ന് ഒരു പെഡസ്ട്രിയൻ വരുന്നുണ്ടെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് വാർണിംഗ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് ആക്ച്വലി വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നാണ് കരുതുന്നത്. അപ്പം ഇത്രയ്ക്ക് തന്നെയാണ് ഈ വണ്ടിയെ കുറിച്ച് എനിക്ക് ആക്ച്വലി പറയാനുള്ളത്. സോ നമ്മുടെ ഇവിടെ കാനഡയിൽ ആരെങ്കിലും വണ്ടി എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ലാൻഡ്രയിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ നമുക്ക്
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും